പ്രസവം മുതലാണല്ലോ ഒരു കുഞ്ഞുണ്ടാവുന്നത്. അപ്പൊ പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാരങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആചാരങ്ങളോ പ്രത്യേക പ്രാർത്ഥനകളോ ഒന്നും ഖുർആനോ സുന്നത്തോ പഠിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പിഞ്ഞാണം എഴുതി കുടിക്കും, അല്ലെ? പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് എന്താണ് പിഞ്ഞാണത്തിൽ എഴുതുന്നത്? ഇദസ്സമാഉൻ ഷഖ്ഖത് ഇങ്ങനെയുള്ള ചില ആയത്തുകളൊക്കെ എഴുതിയിട്ട് എന്താണ് അതിന്റെ അർത്ഥം? ഇദസ്സമാഉൻ ഷഖ്ഖത്, അന്ത്യനാളിൽ ആകാശലോകത്തുണ്ടാകുന്ന ഒരു മാറ്റമാണ്, അഥവാ ആകാശം പൊട്ടിപ്പിളരുക എന്നുള്ളതാണ് അതിനർത്ഥം, അല്ലേ? അതേ പ്രകാരം തന്നെ ഭൂമി അതിനകത്തുള്ള ഭാരങ്ങളെ പുറത്തോട്ട് തള്ളുകയും അത് ശൂന്യമായി തീരുകയും ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അപ്പൊ ഇത് എഴുതി കുടിച്ചു കഴിഞ്ഞാൽ വയറിനകത്തുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് തള്ളി വയറൊക്കെ ശൂന്യമായി കൃത്യമായിട്ട് ഇത് ചെയ്താൽ സുഖപ്രസവം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം അതിന് ഇസ്ലാമിന്റെ യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ല.